ഇന്ന് പഠിപ്പിക്കാൻ പോണത് ക്വിൽ ആർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ ടൂൾസ്, ഏതൊക്കെ ഫ്രെയിം ഏതാണ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ക്വില്ലിംഗ് ടൂള്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഈ സാധനം. നമുക്ക് ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിപ്സ് എടുത്തിട്ട്, ഇതാണ് പേപ്പർ സ്ട്രിപ്സ്. അപ്പോൾ ഓരോന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് പേപ്പർ സ്ട്രിപ്സ്, ഇതാണ് 5 മില്ലിമീറ്ററിൻ്റെ സ്ട്രിപ്സ്. പിന്നെ ഇത് 3 മില്ലിമീറ്ററാണ്. വളരെ നൈസായിട്ട് കാണാമല്ലോ. ഇത് 3 മില്ലിമീറ്ററാണ്. ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ 3 മില്ലിമീറ്ററിൽ മേക്ക് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. 5ലും ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി തിക്നെസ് വരുമ്പോൾ ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് 3 മില്ലിമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വർക്കിൽ മെയിനായിട്ട് ഞാൻ 5 മില്ലിമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് 1 സെൻറ്റിമീറ്ററാണ്. ഇതിലും ചെയ്യാൻ ഭംഗിയുണ്ടാവും. ഞാൻ ഫസ്റ്റിലൊക്കെ ചെയ്ത വർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു അമ്മുട്ടി എന്നൊക്കെ എഴുതിയൊരു വർക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഈ ഒരു സൈസിലാണ് ചെയ്തത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള റോൾ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അതൊന്നും പറഞ്ഞുതരാം. ഞാനിത് 2 സ്ട്രിപ്സ് ഏകദേശം വേണ്ടി വരും തോന്നുന്നു. ഞാൻ എടുക്കട്ടെ. നമ്മൾ ഇതുപോലെയുള്ള റോൾ ഉണ്ടാക്കുമല്ലോ, എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗമ്മ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത് വരും, റൗണ്ട് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ടൂളാണ് ഈ സാധനം. പിന്നുള്ളത് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മളിപ്പോൾ ഒരു പേപ്പർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെക്കുക. ഇതിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പെറ്റൽസൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. ഇതൊക്കെ ഇതുപോലുള്ള ഒരു പെറ്റൽ എല്ലാം ഒരേ സെയിം അളവ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സൈസ് ആകുമ്പോൾ ഈ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ട് എല്ലാ പെറ്റൽസും ഒരേ അളവിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കുക. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ ഈ പെറ്റൽ ചെയ്ത പോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടൂളാണിത്. ഇതൊന്നും നമ്മൾ നെയിം ആർട്ടിന് ഇപ്പോൾ അത്ര ആവശ്യമുള്ള സാധനമല്ല. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പഠിപ്പിക്കുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എയും ആറും. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ബൈക്ക് പഠിപ്പിച്ച് തരാം. അത് നമുക്ക് എ ചെയ്ത് നോക്കണം. പിന്നെ ഇതാണ് ട്വീസർ. ഈ സാധനം ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കർവ് ചെയ്തിട്ടുള്ളതുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഏതായാലും എല്ലാം സെയിം യൂസ് തന്നെ കേട്ടോ, ഒന്നും ഡിഫറെൻ്റ് അല്ല. അപ്പോൾ എല്ലാം യൂസ് ചെയ്യാൻ സിമ്പിളാണ്. നമുക്കിങ്ങനെ ഒന്ന് യൂസ് ചെയ്യാൻ ഇനിയിപ്പോൾ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. അങ്ങനെ ഇതും മനസ്സിലായില്ലേ. പിന്നെ ഫ്രെയിംസ്, ഇത് A5 സൈസാണ്. ഇങ്ങനെയാണ് ഫ്രെയിംസിൻ്റെ ബാക്ക് ഉണ്ടാവൽ. ഞാനൊരു പിക്ചർ വെച്ചിട്ട്
ഇതിന് കാണുന്നുണ്ടോ അറിയില്ല, ഇതിലുണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ചുറ്റിലും ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടില്ല. പല ഐഡിയാസും ഉണ്ട്. ഈ ഒരു പിള്ളാർട്ട് വെച്ചിട്ട് നമ്മൾ പല പല ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് A5 സൈസാണ്, പിന്നെ ഇത് A4 സൈസാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ സ്പേസ് വേണം, അതാണ് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒരു 1 സെൻറ്റിമീറ്ററോ അതിലധികവും 1 സെൻറ്റിമീറ്ററോ അതിലധികം ഉണ്ടാകണം. പിന്നെ ഞാൻ പിള്ളാർട്ട് തുടങ്ങിയ സമയത്ത് നെയിം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനീൻ്റെ ബുക്ക് വാങ്ങിയതായിരുന്നു. അതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടും പേപ്പർ. ഓരോ പീസ് നമ്മൾ 5 റുപ്പീസ് 10 റുപ്പീസൊക്കെ വെച്ചിട്ട് വാങ്ങണം. അപ്പോൾ ഈ ബുക്കാകുമ്പോൾ കുറഞ്ഞ റേറ്റ് മാറ്റം വരുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് 150 GSM ആണ്. അപ്പോൾ അതിൽ കൂടുതലുള്ളതും ബെറ്റർ ആയിരിക്കും. 140 കുഴപ്പമില്ല, അതും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ പേപ്പർ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കട്ടിംഗ് ബോർഡ് നമ്മൾ മെയിനായിട്ട് വേണ്ട സാധനമാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നമുക്ക് പേപ്പേഴ്സ് ഒന്നും കട്ട് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. പേന വെച്ചിട്ട് നമ്മൾ സ്കെയിലിൽ അളക്കുമല്ലോ, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അളക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 5 മില്ലിമീറ്റർ ആണെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തുക. അങ്ങനെ ഓരോ 5 മില്ലിമീറ്ററിൽ അടയാളപ്പെടുത്തിയിട്ട് പിന്നെ ഈ ഭാഗത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. നമുക്ക് നേരെ ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. ഇത് നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം എനിക്ക് പകലൊന്നും ചെയ്യാൻ കഴിയില്ല ഈ വർക്ക്. മോനുണ്ട്, ചെറിയ ഒരു വയസ്സായ മോൻ. അപ്പോൾ എനിക്ക് ഓനെ വെച്ചിട്ട് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ എടുത്തത്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യുമോ, എങ്ങനെയെങ്കിലും ചെയ്ത് വിടുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ രാത്രിയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊരു ഇതാക്കി എടുക്കരുത്, നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പിന്നെ ചിലരൊക്കെ സ്ട്രിപ്സ് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്, വൈറ്റ് സ്ട്രിപ്സ്. അപ്പം ചിലത് അത്ര കട്ടി ഉണ്ടാവില്ല. 120 ആയാലും നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയിം എഴുതാൻ കഴിയില്ല. പിന്നെ ചിലരൊക്കെ ഐവറി ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ GSM നോക്കണം. 180 ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഫസ്റ്റിലൊക്കെ ഈ ഒരു പേപ്പറാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഒരു പേപ്പറിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഗ്ലോസി പേപ്പറുണ്ട്, നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ, ആ ഒരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് A ചെയ്യാം. A എന്നുള്ള ലെറ്റർ നമുക്കിങ്ങനെ കറക്റ്റാക്കി വെക്കുക, എന്നിട്ട് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഇത് എന്തായാലും ഒട്ടിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. മൂവായി കളിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലെവലിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ പേന യൂസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ കിട്ടിയത് ഇതാണ്, അപ്പോൾ ഞാൻ അതെടുത്ത് ചെയ്യണേ. താഴേക്ക് അടയാളം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രിപ്സ് വെക്കാൻ സാധിക്കും. ഇതുപോലെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും ക്ലിയറായി നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല, ഒരു ഭംഗി. പിന്നെ നല്ല ഹാൻഡ് റൈറ്റിങ്ങുകളൊക്കെ പറ്റും കേട്ടോ.
എൻ്റെ അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത്. എന്നിട്ട് ഇത് ഒഴിവാക്കാൻ. അതിപ്പോൾ ഇതിൽ കാണുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ ഉണ്ടോ? അത് ഞാൻ പേന യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു മുകളിലൂടെ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് വന്നതാണ്, പുള്ളിയായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് സ്ട്രിപ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ, ഇത് വെച്ചിട്ടൊന്ന് മേക്ക് ചെയ്യാം. നമ്മൾ ഈ കർവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക ഏകദേശം. എന്നിട്ട് അവിടെ നമുക്ക് ഈ ട്വീസർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കുക. മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കുക. നമുക്കവിടെ ഇവിടെ ചെറുതായിട്ടൊരു കർവ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എൻഡിൽ നമുക്ക് ഇത് പ്ലക്കർ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുക ഇവിടെ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ടോ എന്ന്. എന്തായാലും ഇങ്ങനെ വെക്കുക. ബാക്കി നമുക്ക് വേറെ പേപ്പർ വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ ഒട്ടിക്കാൻ നിൽക്കരുത്, നമുക്ക് ആദ്യം ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ബെറ്റർ. നമുക്ക് നേരത്തെ അവിടെ മറ്റേ ഭാഗത്ത് ഫുള്ള് ചെയ്ത് റെഡി ആയില്ലല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി ബാലൻസും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു സെൻറ്റർ കൂടി റെഡിയാക്കാനുണ്ട്, അതുകൂടി നമ്മൾ സെറ്റായിട്ട് ഗം ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എ വെച്ചിട്ടുള്ള ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ 6 ചെയ്തിട്ടുണ്ട്.
പിന്നെ 10 ഡേയ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ സ്വീറ്റ് ഹോം എന്നുള്ളൊരു ഒരു നെയിം ഒന്നുണ്ട്, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരണ്ടേ. നെയിമും ലെറ്ററും ഡിഫറൻസാണ്. ലെറ്ററിൻ്റെ പോലെയല്ല നമ്മൾ നെയിം എഴുതുമ്പോൾ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഗം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അടപ്പോ ഗ്ലാസ്, നമ്മൾ പൊട്ടിയ ഗ്ലാസിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഒരു ഗമ്മ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമല്ലോ, ഇങ്ങനെ ചെയ്യരുത്. അത് നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്യണം. ഗമ്മ് നമുക്ക് പേപ്പറിൽ കൂടുതൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കൂടുതൽ വരികയാണെങ്കിൽ എക്സസ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ഉണങ്ങൂല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലൊന്നിങ്ങനെ വൈപ്പ് ചെയ്യുക, എന്നിട്ട് വേണം ഇതിൽ വെക്കാൻ. പെട്ടെന്ന് ഗമ്മ് അതിന് ഒരുപാട് ഗമ്മാക്കരുത്, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും പേപ്പർ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് അതിലൊന്ന് വെച്ചിട്ട് എടുക്കാം. കഴിയുന്നതും സെൻറ്ററിലുള്ളതും ഇതൊക്കെ നമ്മൾ ഫസ്റ്റിലേ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര സിമ്പിളായിട്ട് കഴിയൂല. കുറച്ച് ഗമ്മ് ഞാൻ ഇവിടെ ഈ ഭാഗത്ത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 2021 അപ്പോൾ അന്ന് ഞാനൊരു നെയിം 6 ഫസ്റ്റ് ചെയ്ത് നോക്കിയ വർക്ക്. അതിൻ്റെ അക്കൗണ്ട് നോക്കിയാൽ കാണാം ഞാൻ 6 ചെയ്തത്. ചെറുത് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വലുത് ചെയ്ത് നോക്കുക. പിന്നെ സ്ട്രിപ്സാണ് ഞാൻ എടുക്കുന്നത്. ചെറിയ കട്ടാക്കിയിട്ട് എടുക്കുക. ഓരോന്നും ചെറിയ റോൾസ് ആക്കിയിട്ട്
കൈ കൊണ്ട് റോൾ ചെയ്യാം കേട്ടോ. ടൂളില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രിപ്സ് സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ തന്നെ നിങ്ങൾ മേക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സാണ് ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ഇപ്പോൾ കളറും ഭംഗി നോക്കണേ, നമുക്ക് ഉള്ളതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ട് പഠിക്കാം. എന്നിട്ട് സ്ട്രിപ്സൊക്കെ വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ കർവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇത് ബാക്ക് സൈഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഗമ്മാക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേക ടൂളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ അത് കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നുക. കാരണം കുറേ ചെയ്തുണ്ടാക്കാണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ ഈ ടൂൾ കൊണ്ട് തന്നെ എല്ലാ പണിയും ഇങ്ങോട്ട് എടുക്കും. ബേക്ക് ഭാഗത്തോട് ഗമ്മ് ചെയ്യും. പിന്നെ അത് കർവാക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യും. അങ്ങനെയെല്ലാം ഇതിനോട് തന്നെ കേട്ടോ. ഞാനിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു സൈഡിലേക്ക് ഫ്ലവേഴ്സ് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാവും.
ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് സെയിം കളർ തന്നെ ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അധികം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഞാൻ റോൾ ചെയ്ത് ഇങ്ങനെ ശീലമായിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ കൈ കൊണ്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ടൂൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ക്വിൽ ചെയ്തെടുത്താൽ മതി. സ്ട്രിപ്സ് ഞാൻ ഇത് 120 GSM വരുന്ന പേപ്പറാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് അതിൻ്റെ ലിങ്ക് ഞാൻ ഹൈലൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അതിപ്പോൾ 600 സംതിങ് ആണ് റേറ്റ് വരുന്നത്. പേപ്പേഴ്സ് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി കറക്റ്റ് അളവായിട്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. ഞാൻ നെയിം ആർട്ടിന് വേണ്ടിയിട്ട് ഒരു 4 days ഒക്കെ എടുക്കാറുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രിപ്സ് വാങ്ങുമ്പം എന്തായാലും കട്ടിയുള്ളത് തന്നെ വാങ്ങിക്കുക. ഇത് റോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കണേ. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഏത് ഷേപ്പിലും ആക്കാം. നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ റൗണ്ടായിട്ട് തന്നെ വെക്കുക ചെയ്യാം. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയാണ്. നിങ്ങൾക്ക് കഴിയെങ്കിൽ താഴെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പേപ്പറിൽ പെയിൻറ്റ് ചെയ്യാൻ കഴിയില്ല.
ഞാനിപ്പോൾ ചെയ്യുന്നത് ഗ്ലോസി പേപ്പറാണ്, അപ്പോൾ അതുകൊണ്ടാണ് പെയിൻറ്റ് ചെയ്യാത്തത്. പെയിൻറ്റ് ചെയ്താലും ആ ഒരു ഇത് കിട്ടൂല പെർഫെക്ഷന്. ഞാനിത് മുന്നേ കാണിച്ചതിനല്ലോ ഒരു ബുക്കിൽ നിന്ന് ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, ഈ ത്രെഡ്സ് വെച്ചത്. അങ്ങനത്തെ പേപ്പറൊക്കെ ആണെങ്കിൽ ഡ്രോയിങ് ബുക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പെയിൻറ്റിങ് ബുക്ക് അങ്ങനത്തെ ബുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും. പിന്നെ ക്യാൻസൻ്റെ പേപ്പറുണ്ട്, ക്യാൻസൺ എന്ന കമ്പനി, ക്യാൻസൺ ആ ഒരു കമ്പനീൻ്റെ പേപ്പർ കുറച്ചുകൂടിയും പെർഫെക്റ്റായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു പേപ്പറിന് A4 സൈസ് ആണെങ്കിൽ ഒരു പേപ്പറിന് 10 റുപ്പീസൊക്കെ വരുന്നുണ്ട്. സെൻറ്ററിൽ റോസ് കറക്റ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെൻറ്ററിൽ ലൈറ്റ് യെല്ലോ വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും വരുന്ന ഒരു കുറച്ച് ഇതളുകൾ മാത്രം ഈ സെയിം കളർ കൊടുക്കുക, ബാക്കി ഫുള്ള് വേറെ കുറച്ച് ഡാർക്ക് യെല്ലോ കൊടുക്കുക. ഇനിയിപ്പോൾ സെൻറ്ററിൽ ലൈറ്റ് പിങ്ക് ആണെങ്കിൽ പിന്നെ ചുറ്റും കുറച്ച് ഡാർക്കായിട്ടുള്ള പിങ്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യാത്ത. എൻ്റെ കയ്യിൽ സ്ട്രിപ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് കളർ എടുക്കാത്തത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ പിടിക്കുക, സെൻറ്ററിൽ അറ്റത്തായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഈ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കർവ് ആക്കുക, ഇവിടെ ഇങ്ങനെ പിടിക്കുക.